എന്തൊക്കെ ഊരി വീണ് വണ്ടിയും ബാക്കി സർവീസ് എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അയ്യോ അപ്പോൾ എൻ്റെ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ ഇന്നത്തെ ഡീ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ TVSന്റെ സർവീസിന്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഇന്ന് അതിനായിട്ട് എൻ്റെ ഒരു മച്ചാൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്തുണ്ട്, അൻവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ എൻഡോർക്ക് സ്കൂട്ടർ ഞാൻ പാരിപ്പള്ളിയിലുള്ള TVSന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോവാണ്. കഴിഞ്ഞ 2 വട്ടവും അവൻ സർവീസ് ചെയ്ത സമയത്ത് അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഈ സർവീസ് സെന്ററിലല്ല, വേറെ സർവീസ് സെന്ററിലാണ് കൊണ്ട് കൊടുത്തത്. അപ്പം ഇത്തവണ എൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ സ്കൂട്ടർ പിക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഇന്ന് അൻവറിന്റെ സ്കൂട്ടർ പിക്ക് ചെയ്ത് നേരെ പാരിപ്പള്ളിയിലുള്ള നമ്മുടെ TVSന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, എത്രയൊക്കെയാണ് റേറ്റ്, അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ നമുക്ക് ഷോറൂമിൽ പോയിട്ട് ഷോറൂമിലുള്ള പുതിയ ബൈക്കുകൾ വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കി അതിൻ്റെയൊക്കെ ഒരു പ്രൈസും EMI പ്രൈസും അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്രയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ പാരിപ്പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡീ വ്ളോഗിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, ഇതാണ് അൻവറിന്റെ എൻഡോർക്ക്. അപ്പം ഇനി ഇതിലാണ് നമ്മൾ ഇവിടെ നിന്ന് പോണത്. അൻവറെ സുഖമല്ലേ? മാസ്ക് ഒക്കെ വെച്ച് റെഡി ആയിട്ട് ഇവിടെ പോണ്. ഓക്കെ, അപ്പൊ ഇത് വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈന്റുകളുണ്ട്? എന്തൊക്കെ ഊരി വീണ് വണ്ടിന്ന് അല്ലേ? എന്താണ് വണ്ടിയുടെ കംപ്ലൈന്റ് പറ. ഓക്കെ, പോയിട്ട് വരാം. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ചെറിയൊരു ഓഫ് റോഡാണ്. എന്നാലും എൻഡോർക്ക് പണ്ടേ അടിപൊളിയാണ് കേട്ടോ. വണ്ടി ഇറങ്ങിയ സമയം പോലെ എൻഡോർക്ക് ഭയങ്കര രസമുള്ള വണ്ടിയാണ് ഓട്ടിക്കാനായിട്ട്. ഞാൻ ഈ ഒരു എൻഡോർക്കിൽ കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. ഈ വണ്ടിയിലല്ല, വേറൊരു പയ്യൻ്റെ എൻഡോർക്കിൽ. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബൈക്കിൽ പോകുന്ന പോലെ ബൈക്കിൻ്റെ ഒപ്പം അന്ന് V3യുടെ കൂടെയൊക്കെയാണ് ഈ ഒരു എൻഡോർക്ക് പിടിച്ചിരുന്നത്. നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഡിയോയിൽ നിന്നും വളരെ വ്യത്യാസമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ സ്പോർട്സ് മോഡൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സ്പോർട്സ് മോഡല്ല, പവർ മോഡ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എക്കോ ആൻഡ് പവർ എന്നാണ്. അപ്പം പവറിലായിട്ട് ഓടിക്കുന്നത് വണ്ടി അത്യാവശ്യം നല്ല കംഫർട്ടാണ് കേട്ടോ. ഇപ്പോൾ ഡിയോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ TVSന്റെ സർവീസിനെ കുറിച്ച് ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിക്ക ഓണേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കേസാണ്, സർവീസ് ഭയങ്കര മോശമാണ്, ഭയങ്കര ഷോക്കാണ്, അവർ കൊടുക്കുന്ന കംപ്ലൈൻറ്റുകളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, വണ്ടിക്ക് വീണ്ടും വീണ്ടും പണികൾ വരുന്നുണ്ട്, ആ പണികൾ വന്നു കഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുന്നേ നമ്മുടെ ഈ ഒരു എൻഡോർക്കിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ആൾക്കാർ കണ്ടതാണ്. ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സർവീസിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പം ഈ വണ്ടിയുടെ ഓണർ അൻവറും ആ ഒരു സർവീസിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാൻ 2 വട്ടം സർവീസ് ചെയ്താണ്. ആ 2 വട്ടവും കൊണ്ടുപോയ ആ ഒരു തൃപ്തി കിട്ടിയിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ദൂരം പോയി സർവീസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ അറിയാം കേട്ടോ. പിന്നെ നിങ്ങളും ഇതേപോലെ TVS ബൈക്കിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എൻഡോർക്ക് ബൈക്കിൻ്റെ ഓണറാണ്, നിങ്ങളുടെ സർവീസിൻ്റെ എക്സ്പീരിയൻസും കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എവിടെയാണ് സർവീസ് ചെയ്യുന്നതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം അല്ലെങ്കിൽ പണികൾ കിട്ടുന്ന ഏത് സർവീസ് സെൻ്ററിൽ നിന്നാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ പാരിപ്പള്ളിയിലോട്ട് പോകാം. പാരിപ്പള്ളിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോൾ ഹൈവേയിൽ കയറിയതുകൊണ്ട് നമ്മുടെ ഒരു GoPro ഹെൽമെറ്റിൽ നിന്ന് ഒരു ഞാൻ ബാഗിൻ്റെ സ്ട്രാപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വ്യൂവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അങ്ങനെ നമ്മളിതാ പാരിപ്പള്ളിയിലുള്ള TVSന്റെ ഷോറൂമിലെത്തി കേട്ടോ. ഇതാ സർവീസിന് ഈ സൈഡിൽ കൂടെയാണ് പോകാനുള്ള. നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം. DSN മോട്ടോഴ്സ് എന്നാണ് കേട്ടോ ഈ ഒരു സർവീസ് സെൻ്ററിൻ്റെ പേര്. അപ്പം ഇതാ ബൈക്ക് ഇവിടെ കൊണ്ടുപോയിക്കാം കേട്ടോ. ആളുണ്ടാന്ന് നമുക്ക് ചോദിക്കാം. 980 ഇത് 4 സർവീസ് ആയിട്ട് എടുക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ സ്കൂട്ടർ 4 സർവീസിൻ്റെ ഇതിലൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞത് കുറേ ആയി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുന്നതാണ്. അപ്പം ഇതാണ് സർവീസ് സെൻറ്റർ. ഇനി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോറൂമിൻ്റെ അകത്തൂടെ ഒന്ന് കയറി നോക്കാം ഏതൊക്കെ ബൈക്കിലാണ് അതിൻ്റെ EMIയും കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചോദിച്ചിട്ട് വരാം കേട്ടോ. ഇതാണ് പാരിപ്പള്ളിയിലുള്ള ആ ഒരു DSN TVSന്റെ ഷോറൂം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈഡറിൻ്റെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് കേട്ടോ. TVSന്റെ റൈഡർ എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പം പറഞ്ഞുതരാം. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, ഓൺ റോഡ് പ്രൈസ്, പിന്നെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാം പറഞ്ഞുതരാം. ലുക്ക് കൊണ്ടും ഈ ഒരു ഫ്യൂച്ചർ കൊണ്ടും വണ്ടി അടിപൊളിയാണെന്ന്.
പണികളെല്ലാം കഴിഞ്ഞ് വണ്ടി ബെയിന്ന് താത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് കട്ടറിലൊക്കെ വീണപ്പം ഒരു കടക്ക് സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബ്രോ ചെക്ക് ചെയ്യാണ്. അതിൽ ചെറിയൊരു ആട്ടം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ട് കിറ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊന്ന് നോക്കുകയാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ ഇതേപോലെ ഈ ഒരു സർവീസ് സിമ്പിൾ കാണിക്കും ഒരു സ്പാനറിൻ്റെ. അപ്പം അത് ഈ നോർമൽ സർവീസ് ആയെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അത് വരുന്നത്. അല്ലാതെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നതല്ല. കിലോമീറ്റർ കവർ ആകുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇനി അത് എങ്ങനെയാണെന്നത് ഓഫ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാവേ. അത് ബൈക്ക് ഓൺ ആക്കിയതിന് ശേഷം ഇതിൽ താഴെയുള്ള മോഡും സെറ്റും ബട്ടൺ രണ്ടും ഒരുമിച്ച് എത്ര സെക്കൻഡ് പ്രസ് ചെയ്യണം? ഒരു 30 സെക്കൻഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിഗ്നൽ ഓഫ് ആവും കേട്ടോ. നോക്കിയോ, ഇപ്പോൾ അതിൻ്റെ ആ ഒരു സിമ്പിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഈ ഒരു സർവീസ് സിമ്പിൾ ഓഫ് ആകുന്നത് കേട്ടോ. പിന്നെ ഇത് പുറത്തുനിന്നൊക്കെ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇതകത്ത് ചെയ്യുന്ന ഷോറൂമിൽ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻഡോർക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജനറൽ ചെക്കപ്പ് അവർ ചെയ്തിട്ടുണ്ട്. വയറിങ്ങിൻ്റെ ഇത്, പിന്നെ ലൈറ്റ്, ഇൻഡിക്കേഷൻ, ഹോണ്, മിറർ, അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടില്ല ഒരു മൊത്തം സർവീസ് ചെയ്ത് തീരാനായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 സ്കൂട്ടറിൻ്റെ സർവീസ് ഒരു സമയത്ത് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായി. 2 പേരുണ്ടായിരുന്നിട്ടും 3 ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് ഇറങ്ങിപ്പോയി. അപ്പോൾ 3ാമത്തെ നമ്മളെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി വണ്ടിയുടെ വാഷിംഗ് ബാക്കിയാണ്. വാഷ് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ബാക്കിലൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് സ്കൂട്ടർ വാഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൈഡറിൻ്റെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡൗൺ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഇതിൽ ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞത് വരുന്നത് 15,000 രൂപയാണ്. പിന്നെ 36 മാസത്തേക്ക് 4,201 രൂപയും 48 മാസത്തേക്ക് 3,528 രൂപയാണ് ഇതിൽ വരുന്ന ചാർജസ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അപ്പം ഇതാണ് ഈ പറഞ്ഞ റൈഡറിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ക്യാമറ സെറ്റപ്പ് ഏതാണെന്ന്. ഇതാണ് ഇപ്പോഴത്തെ ക്യാമറ സെറ്റപ്പ് കേട്ടോ. ഞാൻ ബാഗിലാണ് ഈ ഒരു ക്യാമറയും അക്സറീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം MVDയും പോലീസും തന്നെയാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം എന്നെ പിടിച്ചു നിർത്തിയാണ്. ഈ ബാഗിൽ വെച്ചിട്ട് തന്നെ പിടിച്ചു നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സെറ്റപ്പ് മാറ്റി. പിന്നെ നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ് മൈക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ കേൾക്കുന്ന ഓഡിയോ കംപ്ലീറ്റ് ഈ ഒരു വയർലെസ് മൈക്ക് വഴി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കൊണ്ട് നിങ്ങളൊന്ന് പറയാം. പഴയ വീഡിയോസ് ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാം ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെ കുറേയൊക്കെ ഞാൻ മൈക്ക് അടുത്ത് വെച്ച് സംസാരിച്ചതിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതാരും വിട്ടുപോലെ. അപ്പോൾ അങ്ങനെ അടുത്ത് നമ്മുടെ സ്കൂട്ടർ വാഷിങ്ങിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് RTR 160. ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പറഞ്ഞ ഒരു ക്ലച്ച് ലിവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3 റൈഡിംഗ് മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപയ്ക്ക് അകത്താണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ മന്ത്ലി ഒരു 6,000 രൂപയും ഇതിലൊരു 3 വർഷത്തേക്ക് സ്കീം വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ സ്കീമുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇരിക്കുന്ന RTR 200ന് ഡൗൺ പേയ്മെൻറ്റ് ഒരു 25,000 രൂപ റേഞ്ചിലും പിന്നെ മന്ത്ലി ഒരു 6,500 റേഞ്ചിലുമാണ് ഇതിൽ വരുന്നത് 3 വർഷത്തേക്ക്. പിന്നെ 4 വർഷത്തെ പ്ലാൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസിൽ വ്യത്യാസം വരും. പിന്നെ ഈ ഒരു വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS 2 ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സെയിം റൈഡിംഗ് മോഡും കാര്യങ്ങളെല്ലാം ഈ ഒരു ബൈക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്കീമിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു DSN TVSലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതായത് ഇവിടെ ഒരു XL നമ്മുടെ ലൂണയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് സർവീസ് എല്ലാം കഴിഞ്ഞ് അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വണ്ടി പോലെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നല്ല രീതിക്ക് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ അടിയിലൊക്കെ നേരത്തെ ഭയങ്കര ഓയിലൊക്കെ അടിച്ചതിൻ്റെ സീനായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി വണ്ടി ഇതാ പുത്തൻ വണ്ടിയായിട്ട് സെറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം സർവീസിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊക്കെ എനിക്കിതിൽ പക്കയായിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഇവർ കേട്ടോ. അപ്പോൾ അതിനെന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി നമുക്ക് വണ്ടി ബ്രേക്കൊക്കെ സെറ്റായി എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ. അപ്പം പുതിയ എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ച് വണ്ടി കുട്ടപ്പനായി. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് സർവീസിൽ ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റുകളൊക്കെ എനിക്ക് പക്കയായിട്ട് അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കംപ്ലയിൻറ്റുകളൊന്നും ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയല്ല. ഇതിൻ്റെ ഓണർ പറഞ്ഞിരുന്ന കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ അവർ പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്നാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിലെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം പക്കയായിട്ട് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ പലപ്പോഴും പലരും പല സർവീസ് സെൻറ്ററിലും പോയി പല വണ്ടികളും സർവീസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പം ഷോറൂമിലൊക്കെ കയറിയിട്ട് സർവീസിൽ നിൽക്കുന്ന, സെയിൽസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മെക്കാനിക്കലെടുത്തും അവിടെ നിൽക്കുന്ന സ്റ്റാഫിനടുത്തൊക്കെ നമ്മൾ പലപ്പോഴും മോശമായിട്ട് പെരുമാറാറുണ്ട്. കാരണം നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കംപ്ലൈൻറ്റൊക്കെ ക്ലിയർ ചെയ്ത് തരാതെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഇച്ചിരി ചൂടായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവേത് ഇനി മുതൽ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു വണ്ടി മാത്രമല്ല അവിടെ ഒരു സമയത്ത് സർവീസിന് വരുന്നത്, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പം മനുഷ്യരാണ്, ചില കാര്യങ്ങൾ വിട്ടുപോകും, ചില കാര്യങ്ങൾ മറന്നുപോകും. ചിലതൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കണം. കാരണം ചില സ്പെയർ ഉണ്ടാകത്തില്ല, സ്പെയർ വരാൻ ഡിലേ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഷോറൂമിൽ നിന്ന് ഒരു ഇൻഫോം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നിൽക്കണം. അത് ഡിലേ ആയെന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മൾ ചൂടാവാനും ബഹളം വയ്ക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു ഷോറൂമിൽ നിൽക്കുന്ന മെക്കാനിക്കുകളെല്ലാം ആ ഒരു അലുമിനിയം ഷീറ്റിൻ്റെ താഴെ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ചൂട് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കാരണം അമ്മാതിരി ചൂടാണ് ഈ ഒരു വെയിലത്ത് അവർ അതിൻ്റെ അകത്ത് നിന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ അത്രയും ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാനായിട്ട് അവർ നിൽക്കുമ്പോൾ നമ്മൾ അവരെയും കൂടെ ഒന്ന് ഒരു ചെറിയൊരു വാല്യൂ കൊടുക്കുക. അവരെയും കൂടെ ഒന്ന് നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാതിരിക്കുക. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു സർവീസിന് എനിക്ക് ചിലവായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 567 രൂപയാണ് ഓയിൽ ചേഞ്ചിൻ്റെതും പിന്നെ ഈ പറഞ്ഞ എഞ്ചിൻ ഓയിൽ ചേഞ്ചും. മൊത്തത്തിലുള്ള 2 ഓയിൽ ചേഞ്ചിൻ്റെയും പ്രൈസാണ് എനിക്ക് ആയത്. ബാക്കി സർവീസ് എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. ബാക്കി സർവീസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സർവീസും ലേബർ കോസ്റ്റ് ഒക്കെ ഫ്രീ ആയിരുന്നു. ഇത് ലാസ്റ്റ് ഫ്രീ സർവീസിൽ വന്ന ഒരു കേസാണ്, അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ലേബർ കോസ്റ്റ് കൂടെ വരും. സൺലൂടെ ഉണ്ടായില്ലെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വന്നിട്ടാണ് പോയത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അറിയോ അമ്മയും മേശരി കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുനിഞ്ഞൊക്കെ നോക്കണം, കുനിഞ്ഞൊക്കെ നോക്കണം. എന്നിട്ട് ആണാണാ പെണ്ണാണോ? അയ്യോ, സർവീസ് കഴിഞ്ഞു. അടിപൊളി സർവീസ് ആയിരുന്നു അത്. ഇത് ഫ്രീ സർവീസ് ആയിരുന്നു. ഇനി 10,000-2,000 വാങ്ങിക്കൂലായിരുന്ന. ഇതായപ്പോ 500 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള സർവീസ് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂക്ക് സനലിന്റെ നെക്സ്റ്റ് ഗിയർ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബൈക്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആക്സസറീസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് അയച്ചു തരും കേട്ടോ. ഒരു കൊറിയറൊക്കെ അയച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് കൊണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സനലിന്റെ ഷോപ്പിൽ ബിൽമോളയുടെ പുതിയ മോഡൽ ഹെൽമെറ്റുകൾ, പുതിയ മോഡലല്ല പഴയ മോഡൽ തന്നെ ഹെൽമെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം 10 റേഞ്ച്, അതായത് 10,000 രൂപ റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റാണ് കേട്ടോ. ബ്ലൂ, പിന്നെ പിങ്ക്, റെഡ്, വേറെ ബ്ലൂ. ഇത് ഇപ്പോഴും ഇറങ്ങുന്നുണ്ടോ സാധനങ്ങളൊക്കെ? ഈ 4 മോഡൽ ഇപ്പൊ രണ്ടാമത്തെ ലോഞ്ച് ചെയ്തതാണ്. 4 മോഡൽ നമ്മളിലുണ്ട്. ഓക്കെ, ഇതിന് വേറെ ഡിസ്കൗണ്ട് എന്തെങ്കിലും? ഓക്കെ, അപ്പം എന്തായാലും വന്ന് ചോദിച്ചോ. സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ഒരു എൻക്വയറി നടത്തിയ ഹെൽമെറ്റാണ്. ഇപ്പൊ റീലോഞ്ച് ആയിട്ടുണ്ട്. വൈസർ എന്ന് പറയുമ്പോൾ മറ്റേ ടിൻഡ് വൈസറാ. ഓക്കെ, എന്താ ഈ ആക്സസറീസ് ആയി കിട്ടോ? എന്തെങ്കിലും ലോക്ക്, വൈസർ ഇതെല്ലാം? ആ, എന്തായാലും അത്യാവശ്യം വന്നാൽ എടുക്കാം. ഓക്കെ, പിന്നെ വേറെന്താ പുതിയ മോഡലൊക്കെ വന്ന? പുതിയ ഇത്ര നാളെ എല്ലാ കടകളും പോയി റിവ്യൂ ചെയ്ത് വയ്യ. സാധനം ഉണ്ടാവും, നോക്കിയെടുത്തോളാം. അപ്പോൾ പുതിയ മോഡലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതും കൊള്ളാം കേട്ടോ. ഇതും പുതിയ ഗ്രാഫിക്സ് ആണ്. SMKയുടെ പുതിയ ഗ്രാഫിക്സ് ആണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ എൻഡോർക്ക് അടിപൊളിയായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ചെയ്യാനുള്ളതായിരുന്നു. ഫ്രീ സർവീസ് ആയതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ചെയ്തു. നോ കൊളാബറേഷൻ, നോ ഫ്രീ സർവീസ്, എല്ലാം പെയ്ഡ് സർവീസാണ്. മുതലാളിയായി. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.